ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് പഴുത്ത ഉണ്ടമുളക് ഇട്ട് നെയ്മീൻ കറി ഉണ്ടാക്കാം. അതിനായി ആദ്യം ഒരു ചട്ടിയിൽ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തിട്ട് അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിലേക്ക് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി, ഉണ്ടമുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുന്നത് നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കുക. പിന്നെ കുറച്ച് കരിയാപ്പില ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഇത് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കുതിർത്ത് വെച്ചേക്കുന്ന നമ്മുടെ കുടംപുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ചുകൂടെ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതിലേക്ക് ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് ഇത് തിളയ്ക്കാനൊന്ന് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ തിള വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴുകി വെച്ചേക്കുന്ന നെയ്മീൻ കഷ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞ് നല്ലപോലെ തിള വന്നെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. ഞാനിത് ടേസ്റ്റ് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഗൈസ് ഇത് ഭയങ്കര എരിവാണ്. ഞാൻ ഓടിപ്പോയി കുറച്ച് തക്കാളി എടുത്ത് ഇതിലേക്ക് അരിഞ്ഞ് ചേർത്ത് വെച്ചു. എൻ്റെ എഞ്ചിൻ മൊത്തം കത്തിപ്പോയി ഗൈസ്, നല്ല എരിവായിരുന്നു. തക്കാളി ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുളി ഇറങ്ങി കഴിയുമ്പോൾ നല്ലപോലെ എരിവ് കുറയും. തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ എരിവൊക്കെ കുറഞ്ഞ് പുളിയൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. കുറച്ച് കരിയാപ്പിലയും കൂടെ അതിലേക്ക് വിതറി കൊടുത്തു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ അടച്ചു വെച്ചൊന്ന് വേവിച്ച് കുറച്ച് കഴിഞ്ഞ് നല്ലപോലെ തിളച്ച് പറ്റി ചാറൊക്കെ കുറുകിയെന്ന് കണ്ടപ്പോൾ ഞാൻ എടുത്ത് നോക്കി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞങ്ങളുടെ ലഞ്ച് കപ്പയും മീൻകറിയായിരുന്നു. അടിപൊളിയായിരുന്നു.